അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേരളത്തിലെ ഒരു നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഫോളോവേഴ്സൊക്കെ ഉള്ള ഒരു പണ്ഡിതൻ്റെ ഒരു സക്കാഫിയുടെ പ്രസംഗം നമുക്ക് കേൾക്കാം. ഓതിയതിന്റെ കൂലി എന്റെ ബാപ്പാക്ക് ഞാൻ ഹദിയ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്റെ മരണപ്പെട്ട ഇന്ന വ്യക്തിക്ക് ഞാൻ ഹദിയ ചെയ്യുന്നു എന്ന് ഹദിയ ചെയ്യുന്ന ഒരു രീതിയാണ്. അങ്ങനെ ഹദിയ ചെയ്താൽ ആ മരണപ്പെട്ടവർക്ക് അത് ലഭിക്കുമോ ഇല്ലയോ എന്നിടത്ത് ഷാഫി മദ്ഹബിൽ രണ്ടഭിപ്രായമുണ്ട്. പ്രബലമായ അഭിപ്രായം, അല്ലെങ്കിൽ ജുംഹൂറിന്റെ അഭിപ്രായം, അല്ലെങ്കിൽ മശൂറായ അഭിപ്രായം, അങ്ങനെ ചെയ്താൽ ആ പ്രതിഫലം അവരിലേക്ക് ചേരുകയില്ല എന്നാണ്. അതൊക്കെ ഞാൻ തന്നെ എന്റെ വീഡിയോയിൽ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും നന്ദിയുണ്ട്. അപ്പോൾ ഇവിടെ അദ്ദേഹം പറഞ്ഞത് പ്രബലമായ അഭിപ്രായം നൽകുകയില്ല, അവർക്ക് കിട്ടുകയില്ല എന്നാണ്. വിശുദ്ധ ഖുർആൻ ഓതി ഹദി ചെയ്യുന്ന സംഭവം യാസീൻ. ഇപ്പോൾ നമുക്കറിയാം മരിച്ചവർക്കൊക്കെ. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ അവർ മരിച്ച വീട്ടിൽ പോയപ്പോൾ അവർ എൻ്റെ കൂടെയുള്ളവരൊക്കെ പോയി യാസീനൊക്കെ ഓതുമ്പോൾ എന്നോട് ചോദിച്ചു, നീ എന്തെങ്കിലും മാറിക്കുന്നു? ഞാൻ ദ്വാരന്നിട്ടുണ്ട്, അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്, ഞാൻ വന്നു, അതാണ് സുന്നത്ത്. അപ്പോൾ അവരെന്നോട് ഇങ്ങനെ തർക്കിക്കാൻ തുടങ്ങി, എന്തുകൊണ്ടാണ് എന്താ കിട്ടാതെ, ഒരു ഖുർആൻ ഓതിയാൽ കിട്ടൂലേ? ആകെപ്പാടെ നമ്മളിപ്പോൾ മാസിലും സ്കൂളിലൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്ന മദ്രസയിലൊക്കെ പഠിപ്പിക്കുന്നത് എന്തിനാ? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു യാസീനെങ്കിലും എൻ്റെ മോൻ എനിക്കും വേണ്ടി ഓതട്ടെന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. നമ്മൾ പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല. നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും പഠിപ്പിക്കുന്നത്, നമ്മളല്ല. നമ്മളവർ പഠിച്ച് നല്ല നിലയിലാവട്ടെ, അവർ പഠിച്ചില്ല, അവർ സ്വർഗ്ഗത്തിൽ രക്ഷപ്പെടട്ടെ, അവർ നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുകയോ പാവമോചനം തരുകയോ നമുക്ക് വേണ്ടി നമ്മളെ പേരിൽ സദക്ക നൽകുകയോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഉംറ നിർവഹിക്കുകയോ ഹജ്ജ് നിർവഹിക്കുകയോ അതൊക്കെ ചെയ്യട്ടെ. നമുക്ക് പഠിപ്പിക്കപ്പെട്ടത് ഉള്ളതും ഇല്ലാത്തതും നെല്ലും പതിലും തിരിച്ചറിയുന്നത് പോലെ വേർതിരിക്കുന്നത് പോലെ നമ്മൾ വേർതിരിക്കേണ്ടിയിരിക്കുന്നു പല കാര്യങ്ങളും. പലപ്പോഴും നമ്മൾ പഠിച്ചത് തെറ്റാണെങ്കിൽ നമ്മൾ സത്യം മനസ്സിലാക്കുമ്പോൾ തിരുത്താൻ പല ആളുകളും തയ്യാറാകാറില്ല. എന്നാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു, സുന്നി പണ്ഡിതൻ തന്നെ അദ്ദേഹം പറയുന്നത് മശൂറായ അഭിപ്രായം, പ്രഗത്ഭമായ അഭിപ്രായം, എന്തൊക്കെ ഖുർആൻ ഒക്കെ ഓതി അതേ ചെയ്താൽ ലഭിക്കുകയില്ല, അവർക്ക് കിട്ടുകയില്ല എന്നാണ് പ്രബലമായ അഭിപ്രായം എന്നാണ്. അതേപോലെ എന്തിനു വേണ്ടിയാണ് ഖുർആനിൽ, വിശുദ്ധ ഖുർആനിൽ യാസീനിൽ യാസീനാണല്ലോ ഇപ്പോൾ മരിച്ചെടുത്ത് അധികം പാരായണം ചെയ്യപ്പെടാറുള്ളത്. കത്തമോത് ഒക്കെ ഓതാറുണ്ട്. പക്ഷേ യാസീനിൽ ലിയോൺ 69ാമത്തെ വചനം എന്നാണ് എൻ്റെ ഓർമ്മ. വിശുദ്ധ ഖുർആനിലെ യാസീനിൽ ലിയോൺ നിറമൻ ഖാൻ ഹയ്യം വഹൈക്കൽ കാലൽ കാഫിരീൻ, ഇത് ജീവിച്ചിരിക്കുന്നവർക്കുള്ള ഉത്ബോധനമാകുന്നു എന്ന് ഖുർആൻ. അഥവാ എല്ലാ കാര്യങ്ങളും ഖുർആൻ ഇതിപ്പോൾ നമുക്കറിയാം. അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും വലിയ ഒരു മുഅ്ജിസത്തായി നൽകപ്പെട്ടതാണ് വിശുദ്ധ ഖുർആൻ. അത് ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് ആകമാനം മാർഗദർശനവും ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും എങ്ങനെ പ്രവർത്തിക്കണമെന്ന് കാണിച്ചു തരുന്ന ഒരു ജീവിത രേഖയാണ് വിശുദ്ധ ഖുർആൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഖുർആൻ പഠിപ്പിക്കുകയാണ് ഒരു മനുഷ്യൻ എങ്ങനെ പ്രവർത്തിക്കും. ഇപ്പോൾ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നതിനെ കുറിച്ച് ഖുർആൻ പറയുന്നത്, അളവിലും തൂക്കത്തിലും നിങ്ങൾ കൃത്രിമം കാണിക്കരുത്. അതേപോലെ നിങ്ങൾ വിനയാനിതരായി നടക്കണം. നിങ്ങൾ എങ്ങനെ നടക്കണം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. 3 സ്ഥലത്ത് ഖുർആൻ പറയുന്നു നിങ്ങൾ എങ്ങനെ നടക്കണം, വിനയാനിതരായി നടക്കണം. അതുപോലെ നിങ്ങൾ അഹങ്കാരത്തിൽ നടത്തി നിങ്ങൾ നടക്കരുത്. അതുപോലെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, നരകത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നതായ കാര്യങ്ങൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുകയാണ് ഖുർആൻ. ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രങ്ങളുണ്ട് ഖുർആൻ. എന്തിന്? നമുക്ക് പാഠം ഉൾക്കൊള്ളാൻ അതിൽ നിന്നൊക്കെ ഓരോ കാര്യങ്ങൾ പഠിച്ചെടുക്കാം. ഇപ്പോൾ മൂസാ നബിൻ്റെ ചരിത്രം, അതുപോലെ ഒരുപാട് പ്രയാസപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ, നമുക്കറിയാം വിശുദ്ധ ഖുർആനിൽ പേര് പറയപ്പെട്ട 25ഓളം പ്രവാചകന്മാർ, അവരുടെയൊക്കെ ചരിത്രങ്ങൾ സംഭവങ്ങൾ പറയുമ്പോൾ നമുക്കതിലൂടെ പാഠമുള്ളതും നമ്മളെ ജീവിതത്തിൽ പകർത്തേണ്ടതും നമ്മൾ നന്നാകേണ്ടതും നമ്മൾ സ്വയം മാറ്റിയെടുക്കേണ്ടതുമായ കാര്യങ്ങൾ, അതുപോലെ നമ്മളെ വിശ്വാസം, നമ്മളെ കർമ്മം ശരിയാക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളും Z കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് ആ ഖുർആനും അതേപോലെ പ്രവാചകൻ്റെ ചര്യകളും നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. അല്ലാതെ അത് മരിച്ചെടുത്ത് ഓതാനോ അല്ലെങ്കിൽ കത്തമോതി അത് ചെയ്യാനോ നമുക്കറിയാമോ. അതിൻ്റെ അറബി മാത്രം വായിച്ചാൽ നിരവധി പ്രതിഫലം അർക്കത്തിൽ നമുക്കറിയാം 10 അർക്കത്തിൽ പ്രതിഫലമുണ്ട്. അത് മാത്രമല്ല നമ്മുടെ ഉദ്ദേശത്തിൻ്റെ ശുദ്ധി അനുസരിച്ച് ഇരട്ടി 600 ഇരട്ടിയോളം പ്രതിഫലം, ഇരട്ടി പ്രതിഫലമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ഓതുന്ന വ്യക്തിക്കും അവൻ്റെ ഉദ്ദേശം അനുസരിച്ച് നമുക്കറിയാം. വിശുദ്ധ ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ ആദ്യമായി വരുന്ന സഹീഹ് ബുഖാരിയിൽ പോലും 1ാമത്തെ ഹദീസായി എടുത്തു കൊടുത്ത ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ ഒരു ഹദീസ്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വ ഇന്നമാ ലിക്കുല്ലി ഇംറിഇൻ മാ നവaa എന്ന് തുടങ്ങുന്ന ആ വചനം, ആ ഹദീസ്, അതായത് ഏതൊരു കർമ്മവും അവൻ്റെ ഉദ്ദേശത്തിൻ്റെ ശുദ്ധി അനുസരിച്ചാണ് അവന് പ്രതിഫലം നൽകപ്പെടുന്നത്. അതുപോലെ അവൻ്റെ നീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയാറില്ല, സാധാരണ ആളുകൾ പണ്ഡിതന്മാർ പറയാറില്ലേ, ചില ആളുകൾ ഒരു ചെറിയ കാര്യം ചെയ്തിട്ട് ഒരുപാട് പ്രതിഫലം വാങ്ങും. ചില ആളുകൾ ഉറങ്ങുമ്പോൾ പോലും അവർക്ക് പ്രതിഫലം ഉണ്ടാകും അവരുടെ നീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ. കാരണം രാവിലെ തഹജ്ജുദിന് എണീക്കണം, നല്ല ഉഷാറോടെ ഉന്മേഷത്തോടെ റബ്ബിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു 3 റക്അത്തെങ്കിലും നമസ്കരിക്കണം, ഒരു 4 റക്അത്ത് എണീക്കണം എന്ന നല്ല സതുദ്ദേശത്തോടു കൂടി അങ്ങനെയാണ് ഒരാൾ ഉദ്ദേശിച്ച് ഉറങ്ങുന്നതെങ്കിൽ ആ ഉറക്കിന് പോലും അവന് പ്രതിഫലമുണ്ട്. ഒരാൾ ഭാര്യയ്ക്ക് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടി പോവുകയാണ്, കഷ്ടപ്പെട്ട് പണിയെടുത്ത് മണിക്കൂറുകൾ പണിയെടുത്ത് കഷ്ടപ്പെട്ട് സമ്പാദിച്ച് സ്വന്തം വേർപ്പൊഴുകി സമ്പാദിച്ച് വരികയാണ് ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി. അപ്പോൾ അവൻ കരുതുകയാണ്,
ഇത് എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ചിലവിന് കൊടുക്കാൻ വേണ്ടി എൻ്റെ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു, റസൂലിലൂടെ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു, ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ അങ്ങനെ ചെയ്യാൻ, അവർക്ക് വേണ്ടി നന്മ ചെയ്യാൻ, അവർക്ക് വേണ്ടി സമ്പത്ത് കൊടുക്കാൻ എന്നൊരു ഉദ്ദേശം കൂടി അതിലൂടെ അവൻ വെക്കുമ്പോൾ, തൻ്റെ മക്കൾക്ക് നൽകുമ്പോൾ, ഭാര്യയ്ക്ക് നൽകുമ്പോൾ ഒരു ഉദ്ദേശം കൂടി അവനുണ്ടെങ്കിൽ ഭയങ്കരമായ പ്രതിഫലമായി. സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരാൾ കുളിക്കുകയാണെങ്കിൽ പോലും, ഇപ്പോൾ നമ്മൾ കുളിക്കുകയാണ് പോയിട്ട് സാധാരണ കുളിക്കാം, അപ്പോൾ മറ്റേ ജനാബത്തിൻ്റെ കുളിയാണെങ്കിൽ നമുക്ക് അങ്ങ് നീയത്ത് വെച്ച് കുളിക്കാം. അല്ല സാധാരണ കുളിയാണെങ്കിൽ പോലും നമ്മൾ ഉദ്ദേശിക്കുകയാണെന്ത്, കുളിക്കാൻ പോകുമ്പോൾ കുളിച്ച് റെഡിയൊക്കെ ആയിട്ട് വേണം ദൂറിനൊക്കെ നല്ല ഉഷാറിൽ നടന്നിട്ടൊന്ന് പള്ളിക്ക് പോകാമെന്ന് വിചാരിച്ച ഒരാൾ കുളിക്കുകയാണെങ്കിൽ അതിലൂടെ അവന് പ്രതിഫലം കിട്ടും. അതുപോലെ ശുദ്ധിയാറെ നടക്കണം, തഹൂർ ഷത്തുൽ ഈമാൻ, ആ ഒരു ഹദീസൊക്കെ ചിന്തിച്ചുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ കുളിച്ച് വൃത്തിയായി ശുദ്ധിയാവുകയാണെങ്കിൽ അങ്ങനെ പ്രതിഫലമുണ്ട്, യാതൊരു സംശയമില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഈ ഖുർആൻ ഓതിയാൽ നമുക്കത് നൽകപ്പെടുമോ, അത് കിട്ടുമോ നാളെ ഖബറിൽ? ഞാൻ പറഞ്ഞു പ്രബലമായ അഭിപ്രായം കിട്ടുകയില്ല എന്നാണ്. ഇപ്പോൾ ഇനി അതേപോലെ ഖുർആൻ ഏറ്റെടുത്തിട്ട് നന്മ നമുക്ക് പഠിപ്പിക്കുകയും തിന്മയിൽ നിന്ന് നമ്മൾ തടുക്കുകയും ചെയ്യുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ഇപ്പോൾ ജൂതന്മാരെക്കുറിച്ച് അവരുടെ ഒരുപാട് കാര്യങ്ങൾ, സൂറത്ത് ബഖറയിൽ ജൂതന്മാരെക്കുറിച്ചും അവരുടെ അധർമ്മങ്ങളെക്കുറിച്ചും അവരുടെ ചെയ്തികളെക്കുറിച്ചും പ്രവാചകന്മാരെ അവർ ധിക്കരിക്കുന്നതിനെക്കുറിച്ചൊക്കെ പറയുന്ന ഭാഗങ്ങളുണ്ട്. എന്തിനാണ് നമുക്കത്, ഇപ്പോൾ ജൂതന്മാരെ കഥ നമുക്ക് എന്തിനാണ് പഠിപ്പിച്ച് തരുന്നത്, എന്തിനാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്? അതുപോലെ നമ്മളാകാതിരിക്കാൻ ചില പണ്ഡിതന്മാർ പറയാറുണ്ട്, പണ്ഡിതന്മാർ പേച്ചു പോയാൽ ജൂതന്മാരെ പോലെ നല്ലോണം പേച്ചു, അതുപോലെ സാധാരണ ആളുകൾ പേച്ചു പോയാൽ ക്രിസ്ത്യാനികളെ പോലെ പേച്ചു. അത് അങ്ങനെ പിഴവ് നമുക്ക് സംഭവിക്കാതിരിക്കാൻ ഖുർആനിലും നിരന്തരമായി നമുക്ക് പറഞ്ഞു തരികയാണ് ജൂതന്മാരുടെ സ്വഭാവം, അതുപോലെ ക്രൈസ്തവരുടെ സ്വഭാവം, അതുപോലെ ഈസാ നബിയും അദ്ദേഹത്തിൻ്റെ ജന്മവും അദ്ദേഹത്തിൻ്റെ നാളെ പരലോകത്ത് ഉയർന്നെഴുന്നേൽപ്പിക്കലും അദ്ദേഹത്തിൻ്റെ വിചാരണ ചെയ്യലും, അങ്ങനെ നിരവധി കാര്യങ്ങൾ എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നതിനാ നമുക്ക് മാതൃകയാക്കാൻ. ആ പ്രവാചകനെ പിൻപറ്റേണ്ട ആവശ്യകത, ഓരോ ആളുകൾ പ്രവാചകനെ പിൻപറ്റാൻ ധിക്കരിച്ചവരുടെ അവസ്ഥ, ശിക്ഷ എന്തായിരുന്നു എന്ന്. ഇപ്പോൾ ഖുർആൻ തെറ്റ് തൗഹീദാണെന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ സൂറത്ത് ഫാത്തിഹയൊക്കെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം, അവനോട് സഹായം ചോദിക്കണം, അല്ലെ അങ്ങനെ പിന്നെ തെറ്റ് ചെയ്തു പോയ ആളുകൾക്കുള്ള ലഭിക്കുന്ന ശിക്ഷകൾ, അങ്ങനെ നിരവധി ഭാഗങ്ങളാണ് ഖുർആനിലൂടെ. അല്ലാതെ നമ്മൾ ഇങ്ങനെ ഓതിപ്പോകുന്നതിന് പ്രതിഫലമുണ്ട്, ഞാൻ പറഞ്ഞു ഓതിപ്പോകുന്നതിന് നല്ല പ്രതിഫലമുണ്ട്. പക്ഷേ നമ്മൾ അർത്ഥം അറിഞ്ഞ് മനസ്സിലാക്കി ചിന്തിച്ചോതുകയാണെങ്കിൽ ഭയങ്കരമായ പ്രതിഫലമുണ്ട്. അതുപോലെ നിങ്ങൾ ഒരു ദിക്റാണ്, ഇത് ഖുർആൻ ഒരു ദിക്റാണ് എന്നുള്ള സുബഹാനഹു പറഞ്ഞിട്ടുണ്ട്. അത് സ്മരണയാണ്, അള്ളാഹെ സംബന്ധിച്ചിടത്തോളം ഒരു സ്മരണയാണ്. അതുപോലെ അത് നിരന്തരമായി ഓതുമ്പോൾ, ചെറിയ സുഹൃത്തുക്കൾ ഓതുമ്പോൾ ചിന്തിച്ചോതുകയാണെങ്കിൽ അവന് ഭയങ്കരമായ മാറ്റം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പോൾ ചില ആളുകൾ വിചാരിക്കും, ഞാൻ പണ്ഡിതനല്ലല്ലോ, ഞാൻ സാധാരണ ആളല്ലേ, ഞാനിപ്പോൾ എന്ത് ചിന്തിക്കാനാണ് ഖുർആനിൽ, നമുക്കൊന്നും വലിയ വലിയ സുഹൃത്തുക്കളൊന്നും നമുക്കറിയില്ല, നമുക്ക് ആകെ അറിയുന്ന ചെറിയ ചെറിയ സുഹൃത്തുക്കൾ എന്നാണ്. എന്നാൽ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്ത് ഏതാ? ഖുർആൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന സൂറത്ത് ഏതാ? സൂറത്ത് ഫാത്തിഹ. ആർക്കും അറിയാത്തത് നമ്മൾ ഏതൊരു സാധാരണക്കാരനും ദിനം പ്രതി 17, 20, 30 പ്രാവശ്യം നമ്മൾ പാരായണം ചെയ്യാൻ, അത് ചിന്തിച്ച് പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ മാറ്റം നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമായി ഉണ്ടാകും. അതുപോലെ ഖുർആൻ്റെ 1/3 പറയപ്പെട്ട സൂറത്ത് ഏതാ? വിശുദ്ധ ഖുർആൻ്റെ 1/3. ഈ അടുത്ത കാലത്ത് ഒരു പണ്ഡിതൻ്റെ അടുത്ത് ഒരു കുട്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഒരാളെ കാണാൻ വേണ്ടി പോയി, 2 പണ്ഡിതന്മാരാണ്. അപ്പോൾ ഇങ്ങനെ കുടുംബക്കാർ ഇങ്ങനെ കാണാൻ പോയിട്ടാകുമ്പോൾ ചെറിയ കുട്ടിയെ കാണിച്ചു ചോദിച്ചാൽ അവന് ഖുർആനിൽ എത്ര അറിയാം. അപ്പോൾ ഈ പണ്ഡിതൻ കുട്ടിയെ ഇതായിക്കൊണ്ട് പറഞ്ഞു, അദ്ദേഹം ഖുർആനിൽ 1/3 അറിയാം. പക്ഷേ സംഭവം അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. ഖുർആനിലെ 1/3 സൂറത്തുൽ കുൽ വല്ലാഹു, സൂറത്തുൽ അഹദ്, കുൽ വല്ലാഹു അല്ലാഹു സമദ്, ആ സൂറത്ത് ഏറ്റവും ചെറിയ സൂറത്താണല്ലോ. പക്ഷേ ഖുർആനിലെ 1/3. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ചിന്തിച്ച് ഓതണം. അപ്പോൾ നമുക്കത് മനസ്സിലാകും എത്രത്തോളം അതിന് ആശയമുണ്ട്, എന്തുകൊണ്ടാണ് ഖുർആനിലെ 1/3 പറഞ്ഞത്. അതുപോലെ ആയത്ത് കുർസി, ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത്, ഏറ്റവും അഫ്ദലായ ആയത്ത് ഏതാണ്? ഉമർ ഖത്താബ് ഒരു സംഘം ആളുകളോട് ചോദിച്ചല്ല, പിന്നെ ചോദിക്കുമ്പോൾ അദ്ദേഹം മറുപടി പറയുന്നതും, ഒരു സഹാബി അത് കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിക്കുന്നതൊക്കെ സംഭവങ്ങൾ. അപ്പോൾ അവിടെ ഏറ്റവും അഫ്ദലായ ആയത്ത് കുർസിയാണ്. അതായിരിക്കും അറിയാത്തത്, നമുക്കെല്ലാം അറിയാം ആയത്ത് കുർസി. അതിൻ്റെ അർത്ഥം അറിഞ്ഞ് മനസ്സിലാക്കി ചിന്തിച്ച് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ സ്വയം നന്നാവാനും നമ്മുടെ ജീവിതത്തിൽ ഹൃദയം കൊണ്ട് മാറ്റമുണ്ടാകാനൊക്കെ സാധിക്കും. അതാണ് ഖുർആൻ തദ്ക്കീർ, നിങ്ങളൊരു സ്മരണയാണ്. അതുപോലെ സിക്റാണ് എന്നൊക്കെ പറയാനുള്ള കാരണം. ഒരുപാട് നമ്മൾ ചിന്തിച്ച് പാരായണം ചെയ്യണം. ചെറിയ സുഹൃത്തുക്കളാണെങ്കിൽ നമുക്കറിയുന്ന സുഹൃത്തുക്കൾ അതിന് ചെറിയ ചെറിയ പരിഭാഷകൾ എടുക്കുക, അത് വായിക്കുക, എന്നിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് തനിയെ മനസ്സിലാവും. ഇത് നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു സുഖമില്ലാതെ ഒരു കുട്ടി, അദ്ദേഹം ഒരു വീട്ടിൽ പോയിട്ടാകുമ്പോൾ ഇങ്ങനെ പരിഭാഷ കണ്ടു. അപ്പോൾ ഇങ്ങനെ അദ്ദേഹം എടുത്ത് വായിച്ചു അപ്പോൾ അദ്ദേഹം പറയുകയാണ്, മറ്റു നല്ല കുട്ടിയോട് പറയുകയാണത്ര, ഇതെന്തിനാണ് നമ്മൾ ഈ മരിച്ച സ്ഥലത്തൊക്കെ പോകുന്നത്, ഇതങ്ങനെയാണ്, ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന അതല്ലല്ലോ, അങ്ങനെയല്ലല്ലോ. അതുപോലെ നമ്മൾ അതിൻ്റെ അർത്ഥവും പരിഭാഷയും അതിൻ്റെ വ്യാഖ്യാനങ്ങൾ അതൊക്കെ വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് തന്നെ ബോധ്യപ്പെടുമെന്ന കാര്യമാണ്. അതുപോലെ ചില ആളുകൾ പറയാറുണ്ട്, എന്തിനാ അവനെ നന്നാക്കാൻ പോകുന്നത്, ഇവനെ നന്നാക്കാൻ പോകുന്നത്, അത് നിങ്ങൾ നന്നാവും. ഒരിക്കലുമില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ, എത്രയോ കാലം പ്രവാചകൻ്റെ കൂടെ ജീവിച്ച അബൂ താലിബ്. അതുപോലെ അബൂ താലിബിന്
കൃത്യമായി അറിയാം പ്രവാചകൻ ആരാണെന്നും പ്രവാചകൻ കൊണ്ടുവന്ന സത്യം എന്താണെന്നും ഒക്കെ അറിയാം. ഒരുപാട് കവിതകളുണ്ട് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അദ്ദേഹത്തോട് പോലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേണ് അപേക്ഷിച്ച് പറഞ്ഞു, ഒരുപാട് പറഞ്ഞു നോക്കി. ആ മരിക്കുന്ന സന്ദർഭത്തിൽ പോലും അടുത്തിരുന്ന് പറഞ്ഞു നോക്കി. അവസാനം അദ്ദേഹം മരിച്ചത് എങ്ങനെയാണ്? ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ മാർഗത്തിലായിട്ടാണ്, ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ മാർഗത്തിലാണ് അദ്ദേഹം ലാസ്റ്റ് വരെ പറഞ്ഞത്. എന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അദ്ദേഹം തയ്യാറായില്ല. അള്ളാഹു മാത്രമാണ് ആരാധനക്ക് അർഹൻ എന്ന് പറയാൻ അദ്ദേഹം തയ്യാറായില്ല. അങ്ങനെ പ്രവാചകൻ പറയുന്ന ഒരു വചന ഭാഗമുണ്ട്, ഇനി ഞാൻ അള്ളാഹുവിനോട് താങ്കൾക്ക് വേണ്ടി, എനിക്ക് വിലക്കുണ്ടാകുന്നവരെ താങ്കൾക്ക് വേണ്ടി പാവമോചനം തേടാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, താങ്കൾ 70 പ്രാവശ്യം അല്ലെങ്കിൽ എത്ര പ്രാവശ്യം ഒരു നിഷേധിക്ക് വേണ്ടി, ഒരു മറ്റൊരു സന്ദർഭമാണ് 70 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ എത്ര താങ്കൾ അവർക്ക് വേണ്ടി പാവമോചനം തേടിയാലും പ്രവാചകരെ അത് സ്വീകരിക്കപ്പെടുക. അതുപോലെ താങ്കൾക്ക് ഉദ്ദേശിച്ച ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് പറയുകയാണ്, താങ്കൾ ഉദ്ദേശിച്ച ആളുകളെ നന്മയിലേക്ക് കൊണ്ടുവരാൻ താങ്കളുടെ കയ്യിലെ പ്രവാചകരെ. താങ്കളുടെ ബാധ്യത എന്താണ്? അവർക്ക് എത്തിച്ചു കൊടുക്കുക, സത്യം പറഞ്ഞു കൊടുക്കുക, മനസ്സിലാക്കി കൊടുക്കുക എന്ന് മാത്രമാണ്. അതുപോലെ നമ്മളെ ഉത്തരവാദിത്യം ഒരാൾ നന്നാക്കുക എന്നല്ല, മറിച്ച് നമ്മൾ നന്നാവുക. അതുപോലെ പറയുമ്പോൾ നമ്മൾ കൂടുതൽ നമുക്കറിയാം നമ്മുടെ മനസ്സിലത് ഉറച്ചു നിൽക്കാനും നമ്മുടെ ജീവിതത്തിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകാനും നമ്മൾ നന്നാകാൻ അത് കാരണമാകും. അതുപോലെ ചില ആൾ നമ്മൾ പറയാറുണ്ട്, ഇപ്പോൾ അലക്കുമ്പോൾ നമ്മൾ എന്തിനാണ് അലക്കുന്നത്? നമ്മൾ കല്ല് വൃത്തിയാകാനാണോ? അല്ല, ഒരിക്കലും നമ്മൾ ഡ്രസ്സ് വൃത്തിയാണ് അലക്കുന്നത്. പക്ഷേ ഡ്രസ്സ് വൃത്തിയാകുമ്പോൾ ഓൾറെഡി കല്ലും വൃത്തിയാവും, അലക്കുന്ന കല്ലും. അതേപോലെ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ ഒരായത്ത് പ്രവാചകൻ പറഞ്ഞല്ലോ, ബല്ലി അന്നി വലുവായ ഒരായത്തെങ്കിലും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അതുപോലെ ജീവിതത്തിൽ ചില നല്ല നല്ല കാര്യങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും കൂടുതൽ സധൈര്യം മുന്നോട്ട് പോകാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.